ഞാൻ MSF മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. ഒരാവശ്യമില്ല. എനിക്കൊരു SFI ന്യായീകരിക്കാൻ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ അതെന്താണ് നിയമം കയ്യിലെടുക്കാനും അവന്റെ ദേഹത്ത് കൈവെക്കാനും ആർക്കും സ്വാതന്ത്ര്യം നൽകുന്നില്ല. അത് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അവര് കുറ്റവാളികൾ തന്നെയാണ്, അവർ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നുള്ളൂ. പക്ഷെ അതിന് പിന്നിൽ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമക്കരുതെന്നുള്ള കാര്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും ഇതിന് രാഷ്ട്രീയം കലർത്തരുത്. പ്ലീസ് ദയവായിട്ട് രാഷ്ട്രീയം കലർത്തരുത്. ഞാനൊരു MSF അനുഭാവിയാണ്. എന്റെ നാട്, ഞാൻ ഫറൂഖ് കോഴിക്കോടുള്ള ആളാണ്. അവിടെ നാട്ടിൽ അന്വേഷിച്ചറിയാം ഞാൻ MSF മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. ഒരാവശ്യമില്ല. എനിക്കൊരു SFI ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ SFIയിൽ 1, 2, 3 ചില പാർട്ടിയിൽ ചില പദവികൾ അലങ്കരിക്കുന്ന ആൾക്കാർ ഇതിലെ ആക്സിഡന്റിൽ ഉൾപ്പെട്ടു പോയി എന്നത് കൊണ്ടുള്ളത് മാത്രം ഇതിനെ ഭയങ്കരമായിട്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട്. മുമ്പ് ഇവിടെ നടന്നിട്ടുള്ള ആക്സിഡന്റ് മരണങ്ങൾ പോലും അതെന്താണ് SFIയുടെ ആൾക്കൂട്ട വിചാരണയുടെ വിധേയമായിട്ടുണ്ടായ മരണങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഇതിനെ എന്താ പറയാ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട്, രാഷ്ട്രീയ ലാഭം കൊയ്യുന്നുണ്ട്. എല്ലാവരും ഒരു അവസരം വരാൻ കാത്തു നിന്ന പോലെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത്. അത് ആത്മഹത്യയുടെ വിവരം ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞ സമയത്താണ് ഇങ്ങനെ ഒരു മർദ്ദനം ഉണ്ടായിട്ടുള്ള കാര്യവും ആത്മഹത്യ നടന്നിട്ടുള്ള കാര്യവും ഒക്കെ അറിഞ്ഞിട്ടുള്ളത്. മാധ്യമങ്ങൾ പലതും അടിച്ചിറക്കി വിടുന്നതാണ്. ഈ മാധ്യമ ഭീകരത എന്താണെന്ന് ശരിക്കും ഞങ്ങൾ തിരിച്ചറിയുന്നത് ഇങ്ങനെ ഒരു സമയത്താണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഞങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടേ ഞങ്ങൾ പരിചയമുള്ളൂ. പക്ഷെ എന്താണ് ഈ മാധ്യമ ഭീകരത ശരിക്കും ഞങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ച് ഞങ്ങൾ അറിഞ്ഞ് എന്തൊക്കെയാണ് പടച്ചുവിടുന്നത്. ഈ കുട്ടിയെ മർദ്ദിക്കാണ്ടായ കാരണങ്ങൾ ചിലർ പറയുന്നു സീനിയർ വിദ്യാർത്ഥിയെ വാലന്റൈൻസ് ഡേക്ക് പ്രപ്പോസ് ചെയ്തുകൊണ്ടാണ്. ചിലർ പറഞ്ഞു സീനിയർ വിദ്യാർത്ഥിനിയായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടാണ്. ചിലർ പറഞ്ഞു അത്രയും പ്രതിഭാതനായ വിദ്യാർത്ഥിയായിട്ട് ഇവർക്ക് അവരോട് അസൂയ മൂത്ത് അങ്ങനെ അടിച്ചതാണെന്ന് പറയുന്നു. പലതുമാണ് പലരും അടിച്ചിറക്കി ഉണ്ടാക്കിയിരുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് പിറകിൽ സംഭവിച്ചിട്ടുള്ള എന്താ കാര്യം എന്ന് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ വാക്ക് എന്താണ്, വോയിസ് എന്താണ് കേൾക്കാനോ ആർക്കും ആഗ്രഹമില്ല. എല്ലാവർക്കും ഈ വിഷയം ആളി കത്തിക്കണം, അവർക്ക് അതിന് ലാഭം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഇത് തികച്ചും എന്താ രാഷ്ട്രീയപരമായിട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവമല്ല, തികച്ചും വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള സംഭവമാണ്. അത് ഇവിടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവര് ഒരു 3-4 പേര് എന്താണ് പാർട്ടിയുടെയും അതുപോലെ തന്നെ അനുബന്ധ പോസ്റ്റുകൾ അലങ്കരിക്കുന്ന ആൾക്കാരാണെന്നുള്ളത് കൊണ്ട് ഇത് തികച്ചും രാഷ്ട്രീയപരമായിട്ട് ഇവര് മാറ്റിയെടുത്തിരിക്കുകയാണ്. ഇത് തീർച്ചയായും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമല്ല, ഇത് അവര് മുതലെടുത്തതാണ്. നിങ്ങൾ അറിഞ്ഞില്ല, അധികം ആളുകളും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ നടുമുറ്റത്ത് വെച്ചിട്ട് മർദ്ദിച്ചു, അതുപോലെ തന്നെ ഡോർമിറ്ററിയിൽ വെച്ച് മർദ്ദിച്ചു, കുന്നിന്റെ മുകളിൽ കൊണ്ടുപോയി മർദ്ദിച്ചു, ഇങ്ങനെ 4 സ്ഥലങ്ങൾ പറയുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിൽ പോലീസിന് കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇത്രയും കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി പീഡനം ഉണ്ടാവുമ്പോഴും അറിയാതിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ അധിക പേര് ആ സമയത്ത് വീട്ടിലായിരുന്നു, വീക്കെൻഡ് ആയതുകൊണ്ട്. പിന്നെ ഈ പെൺകുട്ടി ആദ്യം അവരുടെ ബാച്ച്മേറ്റ്സിനെ മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. അത് വളരെ രഹസ്യ സിദ്ധാർത്ഥന്റെ സെയിം ബാച്ചിലുള്ള പെൺകുട്ടിയാണിത്. അപ്പോൾ വളരെ രഹസ്യമായിട്ട് പെൺകുട്ടിയുടെ വിഷയം ഇൻവോൾവ് ആയതുകൊണ്ട് എന്താണ് വളരെ രഹസ്യമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അതുകൊണ്ട് ബാച്ച്മേറ്റ്സിനെ മാത്രം അറിയിച്ചു. എന്നിട്ട് 1-2 പേര് അവനെ ചോദ്യം ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങാണ്ടായിരുന്നു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും കാണാതെ ആ വാട്ടർ ടാങ്കിന്റെ അങ്ങോട്ട് പോയിട്ട് അവനെ അവിടുന്ന് ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞത്. സംശയം 18-ാം തീയതി നടന്ന സംഭവം ഇത്രയും ദിവസമായിട്ട് ആദ്യമായിട്ടാണ് ഈ ഹോസ്റ്റലിലുള്ളതോ ക്യാമ്പസിലുള്ളതായിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും എല്ലാവരും നിശബ്ദത പാലിക്കാനുള്ളൊരു കാരണം? അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പോലും ഇത് എന്താ സംഭവിച്ചത്, പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കെതിരെ കുറ്റം വരുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ തയ്യാറാവാത്തത് കാരണം എന്തായിരിക്കും? ഒന്നാമത് മെയിൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ എല്ലാവരും ഭയങ്കര ഷോക്ക്ഡാണ് ഇവന്റെ മരണ വാർത്ത അറിഞ്ഞിട്ടും. അതിന് പിന്നിൽ നമ്മുടെ തന്നെ കൂടെ പഠിക്കുന്ന ചെക്കന്മാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിന്ന് അറിഞ്ഞതും അത് എല്ലാവരും ഭയങ്കര ഷോക്ക്ഡായിരുന്നു. എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു എല്ലാവരും. അതാ ഇതിനൊരു മെയിൻ കാരണം ആയിട്ടുള്ളത്.